I would like to give God Almighty the thanks and honor this morning. I give God Almighty the thanks and honor for giving us an opportunity to come as a congregation before Him. For today's brief meditation, let's go to the book of Luke, chapter 5, verse 1 onwards. അവയിൽ മീൻപിടുത്തക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകളിൽ ശിമോനുള്ളതായ ഒന്നിലം കയറി കരയിൽ നിന്ന് അല്പം നീക്കണം എന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവീനെന്ന് പറഞ്ഞു. അതിന് ശിമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിനെ ഞാൻ വലയിറക്കാമെന്ന് ഉത്തരം പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു, വല കീറാറായി. അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിക്കുവാൻ അവരെ മാടി വിളിച്ചു. അവർ വന്ന് പടക് രണ്ടും മുങ്ങുവാനാവോളം നിറച്ചു. ശിമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണു. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞു. അവർക്ക് ഉണ്ടായ മീൻപിടുത്തത്തിൽ അവരോട് കൂടെയുള്ളവർക്കും എല്ലാവർക്കും സംഭ്രമം പിടിച്ചു. ശിമോൻ കൂട്ടാളികളായ യാക്കോബ്, യോഹന്നാൻ എന്നീ സബദി മക്കൾക്കും ആവണം തന്നെ. യേശു ശിമോനോട്, ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും എന്ന് പറഞ്ഞു. ഈ വചനം വളരെ സുപരിചിതമായ ഒരു ദൈവവചനമാണ്. The portion of the scripture that we read is a very familiar passage. നമുക്കെല്ലാവർക്കും ഈ ഭാഗങ്ങൾ വളരെ വ്യക്തമായി അറിയാം. We know this back and forth. കർത്താവായ യേശു ക്രിസ്തു ശിമോനെ ശിഷ്യനായി വിളിക്കുന്ന സംഭവ പശ്ചാത്തലമാണ് നാം വായിച്ചത്. We see this as the background for Jesus calling Simon Peter. യേശു ക്രിസ്തു ശിമോനെ കാണുന്നത് ഇവിടെ വെച്ച് ആദ്യമായിട്ടല്ല. We see that he didn't see Simon for the first time at this boat. ഒരു വ്യക്തിയെ സുവിശേഷീകരണത്തോടുള്ള ബന്ധത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഗദദേശത്തെ ഭാഗത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. Here we actually see as a part of his mission plan that Jesus coming to the shores of this lake. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷീകരണം എല്ലാം വ്യക്തിപരമായി ആളിനെ ഫോക്കസ് ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. We see that each mission that Christ does is focused on one individual. യേശു ക്രിസ്തുവിന്റെ ഉപമകളിൽ എല്ലാം അതുപോലെ തന്നെ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയും. Even in the parables that Jesus uses, we actually see that he uses it is specific. ഒരു മനുഷ്യൻ 100 ആടുണ്ടായിരിക്കട്ടെ എന്ന് യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. In one parable he says that let a man have 100 അതിൽ ഒന്നിനെ കാണാതെ പോയാൽ വായിക്കുന്നു. He says that if one of them goes astray, that he will go after that one. ഒരാൾക്ക് 10 ദ്രഹ്മപ്പണം ഉണ്ടാവുന്ന യേശു ക്രിസ്തു മുമ്പിൽ കൂടെ പറഞ്ഞിട്ടുണ്ട്. He says that let a man have 10 talents. അതിൽ ഒന്ന് കാണാതെ പോയാൽ അതിനെ തിരഞ്ഞു പോകുന്ന ഒരു ഉപമ കാണുവാൻ കഴിയുന്നത്. He says that even if one goes away, that he will go and search and find it. ഒരു പിതാവിന് 2 പുത്രന്മാരുണ്ട്. അവൻ പിന്മാറ്റത്തിലേക്ക് പോയ മകനെ കാത്തു നിൽക്കുന്ന ഒരു പിതാവിനെ നമുക്ക് കാണുവാൻ കഴിയും. The next parable that we see is the 2 sons, and one goes away and lives a lavish life, but he waits for him. യേശു കാണാതെ പോയതിനെ തേടിയാണ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. We see in overall parables he is going for the lost. ഇന്നത്തെ ലോകത്തിലേക്ക് നോക്കുമ്പോൾ വലിയ കൂട്ടത്തെ അന്വേഷിച്ച് അനേകർ യാത്ര ചെയ്യുമ്പോൾ we actually see nowadays people are looking for a multitude. കാണാതെ പോയ ഒരുവനെ തേടി വരുന്ന ഒരേ ഒരു വ്യക്തിയെ കാണുവാൻ കഴിയുന്നുള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. There is only one that actually goes and finds the lost souls, and that is our Lord Jesus ജീവിതത്തെ Christ. കൈപ്പായി മാറ്റി നിരാശയായി മാറ്റുന്ന ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു. We see that Jesus Christ is the only one that will go to a man that has bitterness or is broken. നമ്മുടെ ജീവിതത്തിലെ ഭാരങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ നമ്മോട് അടുത്ത് വരുന്ന ഒരു വ്യക്തിത്വമാണ് കർത്താവായ യേശു ക്രിസ്തു. We see that when we have a broken heart or we are heavy laden, that he is the only one that comes near us. പത്രോസിനെ യേശു ആദ്യമായി കാണുന്ന ലേഖനം പുസ്തകം വായിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 40 വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. The first time we see that Jesus seeing Simon is when he in John chapter 1 verse 40. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാം വാക്യം വായിക്കുമ്പോൾ when we come to the 31st verse, യോഹന്നാൻ സ്നാപകന്റെ 2 ശിഷ്യന്മാരുമായി യോഹന്നാൻ സ്നാപകൻ നിൽക്കുകയായിരുന്നു. we see that John the Baptist with his disciples are standing. അപ്പോൾ യേശു ക്രിസ്തു അതുവഴി കടന്നുപോയി. We see that him walking with his disciples. യോഹന്നാൻ സ്നാപകന്റെ ഹോവയായ ദൈവത്താൽ അയക്കപ്പെട്ടവനായതുകൊണ്ട്, because John the Baptist was sent by the Almighty God, he declared to the land that here is the Lamb of God.
But when they saw the real master, the real Messiah, they left John the Baptist and actually followed Jesus. അതുവരെ ആ വ്യക്തികള് യോഹന്നാന്റെ ശിഷ്യന്മാരായിരുന്നു. But up to that point, they were disciples of John the Baptist. എന്നാൽ യഥാർത്ഥ സത്യത്തിന്റെ വെളിച്ചം അവരുടെ ജീവിതത്തിലേക്ക് മനസ്സിലാക്കിയപ്പോൾ യേശുവിന്റെ പുറകെ അവർ കടന്നു പോകാനിടയായി തീർന്നു. We see that when they actually had the true revelation in their lives, that they went after Jesus. യേശു തിരിഞ്ഞിരുന്ന് ആ ശിഷ്യന്മാരോട് പ്രകാരം ചോദിച്ചു. We actually see Jesus asking the disciples this. നിങ്ങൾ ആരെയാണ് തിരയുന്നത്? He is asking, who do you seek? ഞാൻ ഈ ഭാഗം വായിച്ചപ്പോൾ മനസ്സിൽ കൂടെ ചിന്ത കടന്നു പോയി. When I was meditating on these verses, many thoughts went through my mind. ആരാണ് കർത്താവായ യേശു ക്രിസ്തു? Who is Jesus Christ? പിതാവായ ദൈവത്തിന്റെ ശില്പിയായിരുന്നവൻ. He was the master planner in front of God. സകലത്തെയും സൃഷ്ടിച്ച പിതാവായവൻ. He is the master creator of everything. തന്റെ അടുക്കിലേക്ക് കടന്നു വരുന്നവരെ തിരിഞ്ഞു നിന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ ആരെയാണ് തിരയുന്നത്? He is turning around and asking those who are following you, who do you seek? നമ്മളവരെ കാണണമെന്നുണ്ടെങ്കിൽ അപ്പോയിന്റ്മെന്റ് എടുത്താലും പോയി കാണാൻ ബുദ്ധിമുട്ടാണ്. In today's society, if you want to actually see somebody, you will probably have to take an appointment, but still they break it. യേശു ക്രിസ്തു തന്നെ അടുക്കിലേക്ക് കടന്നു വരുന്നവരെ അടുക്കിലേക്ക് ചെന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ ആരെയാണ് തിരയുന്നത്? We see that those who go unto Jesus, he is actually coming to them and asking, who do you seek? യേശു ക്രിസ്തുവിനോട് ആ ശിഷ്യന്മാർ പ്രകാരം ചോദിച്ചു. We see the disciples asking him like this. ഗുരു, അങ്ങ് എവിടെയാണ് പാർക്കുന്നത്? They're asking, where do you live? യഥാർത്ഥ സത്യങ്ങളെ മനസ്സിലാക്കിയപ്പോൾ When they understood the real truth, അറിയുവാനുള്ള ആഗ്രഹം അവരുടെ ഹൃദയത്തിൽ കടന്നുപോയി. we see that the desire of knowing more of the master എന്താണ് came through. യേശുവിനെ കുറിച്ച് പറഞ്ഞതറിയാമോ? Do you know what John told about Jesus? ഇതാണ് കുഞ്ഞാട് കടന്നു പോകുന്നത്. He is declaring, behold the Lamb of God. യേശുവിനെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ When they understood about അവൻ God, എവിടെയാണ് താമസിക്കുന്നതെന്ന് ഇവർക്ക് അറിയണം. they want to know where Jesus stays. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, Those who are hearing me, dear നാം brother and കർത്താവിനെ sister, അറിയുന്നുണ്ടെങ്കിൽ if we know Jesus, അവൻ എവിടെയാണ് പാർക്കുന്നത് കൂടെ മനസ്സിലാക്കണം. you should know where he also lives. അവന്റെ വാസസ്ഥലം എവിടെയാണെന്ന് മനസ്സിലാക്കണം. You should understand where he lives. അവനോടുകൂടെ പാർക്കുവാൻ അല്പം സമയം കണ്ടെത്തണം. You should find some time to speak with അവനോടുകൂടെ him. സംസാരിക്കാൻ ചില സമയം കണ്ടെത്തണം. You should actually find some time to speak with him. ഈ ശിഷ്യന്മാർ യേശുവിനോട് കൂടെ കടന്നു പോകും. We actually see him going with his disciples. Do you know what Jesus said? വന്ന് കാണുക. He says, come and see. അവർ യേശുവിനോട് പോയി. They went with Jesus. ഇന്ന് പകൽക്കാലം പ്രിയമുള്ള സഹോദരങ്ങളെ, Those who are hearing me today, അനേക സാഹചര്യങ്ങൾ യേശുവിനോട് പാർക്കുവാൻ നമുക്ക് സാഹചര്യം ഉണ്ടായിട്ടും even though we had the opportunity to നമ്മുടെ സമയം അതിനൊക്കെ പറ്റിയിട്ടില്ല. we do not have the time to do it. വളരെ ബിസി പേഴ്സണാലിറ്റീസ് അല്ലേ. We're busybodies. നമ്മുടെ ബിസി കഴിഞ്ഞ് യേശുവിനോട് പാർക്കാൻ പറ്റുമോ? After our toils are done, do we have time to spend with Jesus? എന്താണ് യേശുവിനോട് പാർക്കാന്ന് പറഞ്ഞത്? What does it mean staying with Jesus? ദൈവത്തെ ആരാധിക്കുന്നത് ദൈവാരാധന ദൈവത്തോട് പാർക്കുന്നതാണ്. When we worship, we're actually staying with Christ. ദൈവികമായ ആരാധനയുള്ള സ്ഥലത്ത് ദൈവത്തെ ആരാധിക്കാൻ കടന്നു പോകുന്നത് ദൈവത്തോടുകൂടെ പാർക്കുന്നതാണ്. And when we go to a place that has true worship, we're worshiping with God. പ്രാർത്ഥിപ്പാൻ സമയം കിട്ടുമ്പോൾ അതിനുവേണ്ടി നമ്മുടെ സമയത്തെ ചെലവഴിക്കുന്നത് ദൈവത്തോടുകൂടെ പാർക്കുകയാണ്. When we actually spend time in prayer, we're actually communicating with the Father. ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ വെളിപ്പെടുന്നു. അവിടെ നീ കടന്നു വരുന്നത് ദൈവത്തോടുകൂടെ വസിക്കുകയാണ്. Wherever the omnipresent God is there, when you spend time, you are spending time with Him. ശിഷ്യന്മാർ ഈ സത്യം മനസ്സിലാക്കിയപ്പോൾ ഗുരുവോട് ചോദിച്ചു, അങ്ങ് എവിടെയാണ് പാർക്കുന്നത്? When they understood this, they're asking him, where do you stay? യേശു അവിടെ വെച്ച് കാര്യങ്ങൾ പറഞ്ഞു വിട്ട് അങ്ങ് വിടുവല്ലായിരുന്നു. We don't see Jesus giving them some kind of answer and letting them go. ഇന്നത്തെ പാസ്റ്റർമാരാണ് വഴിക്ക് വെച്ച് പറഞ്ഞിട്ട് അങ്ങ് പറഞ്ഞു വിടും. If we take today's pastor, they will give you an answer and just leave you. കൊണ്ടുപോയ ചെലവില്ലയോ? If we take you, then that is another expense. കൊണ്ടുപോയി ആഹാരം മേടിച്ചു കൊടുക്കണം. Then we'll have to feed you. എന്തെങ്കിലും പോകുമ്പോൾ കൊടുത്തു വിടണം. When you go, we'll have to give you ഇതൊന്നും something. വേണ്ടാലോ, സൈറ്റ് വെച്ചിട്ട് പരിപാടി നിർത്തിയും വിടാന്ന് വിചാരിക്കുന്നു. But if we actually let you go at യേശു അവരോട് പറഞ്ഞു, വന്ന് കാണുന്നീരെന്ന്. But what Jesus says, come and see. അവിടെ എഴുതിയിരിക്കുന്നു, അന്ന് അവൻ അവരോടുകൂടെ പാർത്തു. He said, we actually read that they lived together that എന്നെ day. സന്തോഷിപ്പിച്ച പക്ഷം വെറുതെ പോയി കിടന്ന് ഉറങ്ങുമല്ലായിരുന്നു അവിടെ. They weren't just going and lying there. അവർ യേശുവിനോട് പാർത്തപ്പോൾ ചില അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടായി. When they actually stayed with Jesus, there were some transformations in them. യേശു ആരാണെന്ന് അവർക്ക് മനസ്സിലായി. They understood who Jesus was. ഇവനോടുകൂടെ ചേർന്നാലുള്ള അനുഗ്രഹങ്ങൾ അവർക്ക് മനസ്സിലായി. They understood the blessings and the promises that will ഇവർ come. അന്ന് രാത്രി യേശുവിനോടുകൂടെ പാർത്തതായി തീരുമാനം വായിക്കുന്നുണ്ട്. So we actually see that they stayed with Jesus that night. അതിനുശേഷം അവർ പുറത്തിറങ്ങിയപ്പോൾ ചെയ്ത പ്രവർത്തനം എന്താണെന്ന് അറിയാം. Do you know what they did when they left them? ഈ ശിഷ്യന്മാരിൽ ആരാണ് ഒരുവൻ? അന്ത്രയോസാണ് ഒരുവൻ. One is Andrew. ഒരുവൻ യോഹന്നാനാണെന്ന് ചരിത്രകാരന്മാർ പറയുന്നത്. Historians believe that one is John. എന്നാലും അന്ത്രയോസും യോഹന്നാനും യേശുവിനോട് ഒരു ദിവസം വാർത്തയുടെ അനുഭവം നമുക്കിവിടെ കാണുവാൻ കഴിയും. We see that they experienced that Andrew and John who stayed with them. അവർ ഒരു ദിവസം വാർത്ത കഴിഞ്ഞപ്പോൾ അതിനുശേഷം പുറത്തിറങ്ങിയപ്പോൾ എന്താണ് ചെയ്തതെന്ന് അറിയാമോ? Do you know what they did? നേരിട്ട് എന്റെ സഹോദരനായ പത്രോസിനെ
കണ്ടുപിട്ടുകയായിരുന്നു. The first thing they do is go and call Peter. പത്രോസിനോട് പറഞ്ഞു, ഞങ്ങൾ മശിഹായെ കണ്ടിരിക്കുന്നു. They said that we have seen the Messiah. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, Those who are hearing me എത്രയോ today, വർഷക്കാലം യേശുവിനോടുകൂടെ വസിക്കുകയാണ്. how many years we have lived with എത്രയോ Christ. വർഷക്കാലം അനേകം നന്മകൾ പകരുകയാണ്. How many times we have experienced the blessing. എത്രയോ വർഷക്കാലം ഈ സുവിശേഷ വരമായി കിടക്കുകയാണ്. How many times we have done ഈ the gospel work. ശിഷ്യന്മാർക്കുണ്ടായ ഒരു അനുഭവം ഒരിക്കലും നമ്മൾക്ക് ഉണ്ടായിട്ടുണ്ടോ? Have we had the experience that these disciples had? ഒരൊറ്റ ദിവസം യേശുവിനോട് പാർത്തപ്പോൾ When they stayed with Jesus for one അവരുടെ day, ഹൃദയത്തിലെ ഭാരമായ ഒരു ഒരുവനെയെങ്കിലും യേശുവിന്റെ അടുത്ത് കൊണ്ടുവരണം എന്നുള്ളത്. it was their heart's desire to even bring at least one person. അറിയാമോ? Do you know what they did? അവർ ഓടി തന്നെ സഹോദരനെ തന്നെ പോയി പിടിച്ചു. The first person that they catched was their own brother. നമ്മൾ മറ്റുള്ളവരെയൊക്കെ പോയി പിടിക്കും. The first thing that we do is go find someone else. സഹോദരന്മാരെ പിടിക്കാൻ പറ്റത്തില്ല. We can't find our own brothers. അവരോട് സ്നേഹത്തിൽ നിന്നുകൊണ്ടായ It is because we have that rivalry going on. 10 സഹോദരന്മാരാണെങ്കിൽ 10 രീതിയിലാണ്. If we have 10 siblings, they're in 10 different ways. ഇവിടെ ആരുമില്ല, ഇവിടെ എല്ലാം നല്ലവരാണ് കേട്ടോ. There is no one here that is like that. Everyone loves one another. അന്ത്രയോസ് ചെന്ന് പത്രോസിനോട് പറഞ്ഞു. We see that Andrew going and telling Peter. പത്രോസിനെ കൊണ്ട് യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു. He is going to Jesus. യേശു ഒന്ന് അവനെ നോക്കി. Jesus looks at Peter. കൂടെ ഒന്നും പറഞ്ഞില്ല. He did not say anything. ആദ്യം അവന്റെ അപ്പന്റെ പേര് പറഞ്ഞു. He first said his name, father's name. അതിനുശേഷം അവന്റെ പേര് പറഞ്ഞു. Then he said his name. യേശു അവന്റെ ഭാവിയും ഭൂതവും അവന്റെ പ്രസന്റൻസും പാസ്റ്റ് ടെൻസും ഒക്കെ ആദ്യമേ നോക്കിയിട്ട് പറഞ്ഞു. We see that Jesus actually declaring his past and present. യോഹന്നാന്റെ മകനായ ശിമോനല്ലേ എന്ന് ചോദിച്ചു. He asked, "Aren't you the son of John?" നമ്മുടെ കർത്താവിന്റെ കണ്ണിന്റെ മുമ്പിൽ സകലവും ദഗ്ധവും മലർന്നമാണ്. When we're before the Almighty King, everything is naked and open. മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല എന്ന് പകൽക്കാലം ചിന്തിച്ചിട്ട് കടന്നു പോവുകയാണ്. You should know that there is nothing covered in his presence. എന്നിട്ട് പത്രോസിനെ നോക്കിക്കൊണ്ട് പറയുകയാണ്, ശിമോനെ നോക്കിക്കൊണ്ട് പറയുകയാണ്, നീ ഇനി കേഫ എന്ന് പേരാകും. He looks at Peter and says, "From today onwards, you will be called Cephas." ഒരൊറ്റ നോട്ടം കൊണ്ട് അവന്റെ അപ്പന്റെ പേരും അവന്റെ പേരും പറഞ്ഞ് അവരുടെ പേരും മാറ്റി കൊടുത്തു. One side, he actually declared his name and his father's name. Then he changed his name. പത്രോസ് യേശുവിനെ അന്നേരം അനുഗമിച്ചതായിട്ട് ഞാൻ അവിടെ വായിക്കുന്നില്ല. We don't actually see him starting following Jesus at that എന്നാൽ time. യേശു ക്രിസ്തു ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം വായിക്കുമ്പോൾ താൻ ദേവാലയത്തിൽ കടന്നുപോയതാണ് വായിക്കുന്നത്. In Luke chapter 4, we actually see that he went with Jesus to the temple. ദേവാലയത്തിൽ കപ്പലിന് മുമ്പിലും പല ശുശ്രൂഷകൾ ചെയ്ത ശേഷം After he did some works in Capernaum, അവൻ പത്രോസിന്റെ വീട്ടിലേക്ക് പോയി. we actually see he went to Peter's house. യേശു ഒരുവനെ കണ്ടു കഴിഞ്ഞാൽ, When Jesus sees somebody, യേശു ഒരുവനെ നോക്കി കഴിഞ്ഞാൽ, when he looks at him, അവന്റെ പേരൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ, after he changes his അവൻ name, എവിടെ പോയാലും അവനെ ഇവിടെ കൊണ്ടുവരും. wherever he goes, he will bring him back to him. നമ്മുടെ പഴയ പേര് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം. If he has changed your name, യേശുവിന്റെ കരങ്ങളിൽ നാം ആയിരിക്കുന്നത് മനസ്സിലാക്കുക. you should know that you are in his palm. പത്രോസിനെ തേടി യേശു അവന്റെ വീട്ടിൽ ചെന്നു. We see that searching Peter, he went to his house. അവന്റെ അമ്മായിയമ്മയെ സൗഖ്യമാക്കി. He actually healed his mother-in-law. അപ്പോൾ പത്രോസിന് 3 കാര്യങ്ങളാണ് യേശു ചെയ്തു കൊടുത്തത്. There is 3 things that Jesus done for അവന്റെ him. ഭാവിയെ യേശു വിവരിച്ചു പറഞ്ഞു. He's declared his future to അവന്റെ him. പേരിനെ യേശു മാറ്റി. He changed his name. അവന്റെ കുടുംബത്തിന്റെ ബന്ധനങ്ങളെ യേശു അഴിച്ചു മാറ്റി. He loosened the bondage of his ഇത്രേ house. അനുഭവം ഉണ്ടായിരുന്നിട്ടും Even though he had all these ഈ things, പത്രോസ് യേശുവിനെ അനുഗമിച്ചായിട്ട് we കാണുന്നില്ല. don't see Peter actually ഇന്ന് following him. മകൾക്കാലം ഞാനൊരു കാര്യം പറയട്ടെ പ്രിയ Let me സഹോദരൻ. tell you one more thing. ജീവിതത്തിന്റെ അനേക അനുഗ്രഹങ്ങളെ ദൈവം തന്നിട്ടും Even though God has given you many blessings, പിൻമാറ്റത്തിലേക്കാണ് നമ്മൾ യാത്രയെങ്കിൽ if we're going backsliding to അമ്മയെ backsliding, തേടി വരുന്ന ദൈവസ്നേഹം അവിടെ ഉണ്ടെന്ന് പകൽക്കാലം you should know there is a love of God that is even in that place. യേശു കർത്താവ് നാം വായിച്ച ഭാഗത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ Let us go back to the scripture portion that we യേശു read. കർത്താവ് ഗന്ധരദേശത്തെ തടാകത്തിൽ നിൽക്കുകയാണ്. Here we actually see Jesus in that lake of അയ്യോ, Gennesaret. പുരുഷാരം യേശുവിനെ തിക്കിക്കൊണ്ടിരുന്നതാണ് We വായിക്കുന്നത്. see a great multitude trying to crowd ഞാനിത് him. വായിച്ചപ്പോഴേ മനസ്സിലൂടെ കടന്നുപോയി. There is one thought that went through my ഈ mind. വലിയൊരു പുരുഷാരം യേശുവിന്റെ വചനത്തിലേക്ക് നിൽക്കുമ്പോൾ When this great crowd came to hear him, അവരിൽ ഒരുവനെ യേശുവിനെ തിരഞ്ഞെടുത്താൽ പോരായിരുന്നോ? couldn't Jesus just pick one random person? ഈ നന്ദിയില്ലാത്തവന്റെ പുറകെ വീണ്ടും പോകും. Should he actually go after this thankless person? അവന്റെ ചരിത്രത്തെ യേശു പറഞ്ഞതല്ലയോ? Didn't Jesus declare his history? അവന്റെ കുടുംബത്തിൽ കടന്നവർ അമ്മായിയപ്പനെ സൗഖ്യമാക്കിയതല്ലോ? Didn't he actually release the bondage of his house? അല്പമെങ്കിലും നന്ദി ഉണ്ടായിരുന്നെങ്കിൽ അന്നെങ്കിലും യേശുവിന്റെ പുറകെ പോകത്തില്ല. If he had even a little bit of gratitude, would ഈ he വലിയ follow him? ഉത്സാഹം യേശുവിന്റെ ശബ്ദം കേൾക്കാൻ തിക്കി നിൽക്കുമ്പോൾ Even when this great multitude is crowding him, യേശുവിന്റെ ഹൃദയം പടകിൽ രാവുമ്പോൾ അധ്വാനിച്ച് ക്ഷീണനായിരിക്കുന്ന പത്രോസിനെ നട്ടമറ്റി വിട്ടിരുന്നു. but his eyes fell upon Peter, who had worked day and night in that ship. വെகு പുരുഷാരം യേശുവിനെ തിക്കിക്കൊണ്ടിരിക്കുകയാണ്. Even though the great multitude was crowding him, യേശുവിന്റെ ശബ്ദം കേൾക്കുവാൻ they wanted to hear a voice of him. ഇന്ന് പകൽക്കാലം ഒരു കാര്യം മനസ്സിലാക്കണം. Let me tell you one thing.
പ്രിയ സഹോദരാ, അനേകരെ മാറ്റിനിർത്തി നിന്നെ തേടി വന്ന യേശുവിന്റെ സ്നേഹമുണ്ടെന്ന് പകൽക്കാലം You should understand the love of God that actually forsake many others and look അനേക at you. യോഗ്യതയുള്ളവരെ തള്ളിയാൽ നിന്നെ ഈ ഭവനത്തിലേക്ക്, ഈ കൊട്ടാരത്തിലേക്ക് ദൈവം He has he has picked you, handpicked ഈ you. സ്വർഗീയ ഭവനത്തിന് അംഗമാക്കി തീർക്കുവാൻ നിന്നെ തേടിയാണ് യേശു ഭൂമിയിലേക്ക് കടന്നു വന്നത്. For you alone he has came to this earth. പത്രോസിന്റെ ജീവിതത്തിൽ ഇത്രയത്ര അനുഭവം ഉണ്ടായിരുന്നിട്ടും തന്റെ ഭൗതികമായ നേട്ടത്തിന് വേണ്ടി പത്രോസ് വേണ്ടി യാത്ര ചെയ്തു. Even though he was blessed upon blessings, he still went according to his physical ഒരു ആത്മീയ needs. മർമ്മം ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് Let me പറയാം. tell you a biblical mystery today. യേശുവിന്റെ അനുഗ്രഹങ്ങൾ നീ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, If you have received blessings from അവനിൽ God, എന്തെങ്കിലും നന്മ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, if you have received any അവനെ blessings, കൂടാതെയുള്ള നിന്റെ പ്രയത്നങ്ങളെല്ലാം വ്യർത്ഥമാകുമെന്ന് പകൽക്കാലം മനസ്സിലാക്കി. all your toils in life without him is worthless. രാത്രി മുഴുവൻ നീ അധ്വാനിച്ചാലും, Even if you work all day and night, നിന്റെ പ്രൊഫഷണൽ നീ അതിപ്രൊഫഷണലായി മാറിയായിരുന്നാലും, even if you professionally become qualified, നമ്മുടെ അധ്വാന ഫലത്തിന്റെ കൈകളുടെ പ്രവർത്തന ഫലം ദൈവമാണ് തരേണ്ടത്. it is God that gives you a reward. പത്രോസ് വളരെ മിടുക്കനായിരുന്നു. Peter was very talented. ഒന്നും കിട്ടാത്തവനായി അലയുന്നത് നമുക്ക് കാണുവാൻ We കഴിയും. actually see him struggling without even catching a fish. യേശു അവന്റെ ഭവനത്തിൽ വന്നിരുന്നു. When Jesus came to his house, യേശു ഒരുവന്റെ ഭവനത്തിൽ വന്നു കഴിഞ്ഞാൽ when Jesus comes to a person's ആ house, ഭവനം യേശുവിന് വേണ്ടിയുള്ളതാണ്. that house belongs ആ to God. ഭവനത്തിലുള്ളവർ യേശുവിന് വേണ്ടിയുള്ളവരാണ്. Everyone belongs to ആ Christ. ഭവനത്തിലുള്ള സകലവും യേശുവിന് വേണ്ടിയുള്ളതാണ്. Everything belongs to അതിനെ വിട്ട് Christ. യാത്ര ചെയ്ത് കഴിഞ്ഞാൽ സകലവും നിരാശയായി മാറുമെന്ന് ദൈവം നമ്മെ The പഠിപ്പിക്കുക. scripture teaches us that if you go away from him, യേശു ഒരു ശാരത്തോട് സംസാരിക്കുമ്പോൾ രണ്ട് പടക കരയിലെടുത്തതായി വായിക്കുന്നു. here we actually see when Jesus was preaching, there were two ships on the shore. എന്നെ സന്തോഷിപ്പിച്ചത് എന്താണ് ഈ രണ്ടെന്ന് അവിടെ പറയാൻ കാര്യം? Why does he declare there were two ships? പത്രോസ് വന്ന പടക അടുത്തെന്ന് പറഞ്ഞാൽ പോരായിരുന്നു. He should have just the scripture should have just said ഈ that. രണ്ടെന്ന് അവിടെ Peter's പറയാൻ കാര്യം, boat. Why is there two? സൃഷ്ടിയുടെ ആരംഭം മുതൽ രണ്ട് കാണാൻ കഴിയും. From the beginning we actually see two. ദൈവം ആദിയിൽ വെളിച്ചം ഉണ്ടാക്കി. In the beginning God created light. വെളിച്ചം ഉണ്ടാക്കിയപ്പോൾ എന്താ സമയം ഒരു ഇരുൾ ഓടി ഒളിച്ചെന്നാ വായിക്കുന്നത്. We actually see that the darkness fled away. രണ്ട് ചിത്രങ്ങൾ നമുക്കവിടെ കാണുവാൻ കഴിയും. So we actually see the two sides ഇരുളും of it. വെളിച്ചവും നമുക്കവിടെ കാണുവാൻ We can കഴിയും. see light and day. ഇന്നത്തെ ലോകത്തേക്ക് നോക്കിക്കഴിയുമ്പോൾ When we look into the world today, ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ when we go to India, അനേക എക്യൂമിനിക്കൽ കൂട്ടായ്മ കാണാൻ കഴിയും. we can actually see different communities. ചേരാത്തവനെ എല്ലാം കൂടെ ചേർത്ത് കൊണ്ട് നടക്കുക. Oh, they will actually try to combine everything. ചേരാത്തവൻ എന്തെങ്കിലും കൊടുത്തു കൊണ്ടുപോവാണ്. They will actually give him some incentive. ഇവര് പറയുന്നത് നമ്മളെല്ലാം ഒന്നാണെന്നാണ് And പറയുന്നത്. they will say that we are all one. എങ്ങനെയാണ് ഒന്നാകാൻ പറ്റുന്നത്? How can we be one? ദൈവം രണ്ട് പടക കണ്ടപ്പോൾ ഇവിടെ എങ്ങനെ ഒന്നാക്കാൻ പറ്റുന്നത്? If God saw two ഒന്നിൽ നീ ships, ഭാവിയായിരിക്കണം, അല്ലെങ്കിൽ നീ നീതിമാനായിരിക്കണം. first you should be either righteous or you should be a sinner. ഒന്നിൽ നീ വെളിച്ചത്തിന് മകനായിരിക്കണം, അല്ലെങ്കിൽ നീ ഇരുളിന്റെ മകനായിരിക്കണം. Either you be the son of the light or you be the son of darkness. ഒന്നിൽ നീ നിത്യ നരകത്തിന് യോഗ്യനായിരിക്കണം, അല്ലെങ്കിൽ നീ നിത്യ സ്വർഗത്തിന് യോഗ്യനായിരിക്കണം. Either you be righteous for eternal life or for eternal damnation. ഇതിൽ രണ്ടേ മധ്യത്തിൽ ഒന്നുമില്ല. In between there is nothing. പിന്നെ ഒന്നാണെന്ന് പറഞ്ഞ് കൊണ്ടുവരണം, എത്ര മാത്രം കൊണ്ടു നടക്കാൻ How പറ്റും? many times, how can you actually go ahead and say there is കർത്താവിന്റെ വരവ് വരെ കൊണ്ടു നടക്കാൻ പറ്റും. that you can actually take it to the second coming? അതുവരെ കൊണ്ടു നടക്കാനേ പറ്റത്തുള്ളൂ. Up to that point you can take it. ഇവിടെ വായിക്കുന്നു രണ്ട് പടക അവിടെ എടുത്തു. We see that there are two ships. അതിൽ അതിൽ നിന്ന് മീൻപിടുത്തക്കാർ വല കഴുകുവാൻ വേണ്ടി ഇറങ്ങി. We actually see the fishermen get out to wash their nets. അതിൽ പത്രോസ് ഉള്ളതിന്റെ പടകിലേക്ക് യേശു കൊണ്ട് അടുത്തു. We actually see him going to the ship that Peter was in. ഞാൻ ചിന്തിക്കുകയായിരുന്നു ഈ പടകിന്റെ അവസ്ഥ. I was thinking about this ship. കഴിഞ്ഞ രാത്രി മുഴുവൻ ഈ കടലിൽ യാത്ര ചെയ്തിരുന്ന പടകാണ്. This is the ship that was toiling all day, all night. രണ്ടും മൂന്നും നാലും പ്രാവശ്യമല്ല പത്രോസ് കടലിൽ വല വീശിയത്. It is not once or twice or 20 times. വീശിയെടുത്ത് വരുന്ന ചപ്പും ചവറും എല്ലാം ഈ പടകിൽ കിടക്കുകയാണ്. We actually see all the debris that is caught in ആ the net. പടകിന്റെ അടുക്കലേക്കാണ് ലോകത്തെ സൃഷ്ടിച്ചവനായ നസ്രനായ യേശു ക്രിസ്തു കടന്നു ചെല്ലുന്നത്. It is in this the ship that is full of debris that Jesus is going ഞാൻ to. ആദ്യമർമ്മ നിങ്ങളോട് Let me tell you a biblical mystery ഈ today. വിശുദ്ധനായതുകൊണ്ടല്ല യേശു നിന്റെ ഭവനത്തിലേക്ക് It കടന്നു. is not because you were righteous that he came to you. നീതിമാനായതുകൊണ്ടല്ല യേശു നിന്റെ പേരിൽ നിന്നെ It is വിളിച്ചത്. not because you were a righteous man that he came to you. ആയിരിക്കുന്ന അവസ്ഥയിൽ എന്നെ നിന്നെ സ്നേഹിച്ചവനാണ് നമ്മുടെ കർത്താവായ He is യേശു the God that loved you in the situation that you were in. യേശു ആ പത്രോസിന്റെ പടകിലേക്ക് അടുത്തു. We see that he went into the ship of Peter. പത്രോസ് പടകിന്റെ വല കഴുകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. We actually see him washing the nets എല്ലാ മാലിന്യങ്ങളും അതിനകത്തുണ്ടായിരുന്നു. because there were a lot of debris in it. എങ്കിലും സ്നേഹനിധിയായ യേശു പത്രോസിനെ തേടേണ്ടതിന് ആ പടകിന്മേൽ കയറി. Here we actually see him going into that ship filled with debris. Those who are hearing me today, നമ്മുടെ കുറവുകളെ ഓർക്കാതെ നമ്മുടെ പടകിന്മേൽ കയറിയ ഒരു വലിയവനായ ദൈവമാണ് നമ്മുടെ കർത്താവായ our യേശു. God is the God that didn't even look at our flaws and instead came on board. ജീവിതമായ പടകിന്മേൽ യേശു കയറിയതുകൊണ്ടാണ്
It is because Christ came on board ഈ ലോകവാരിയിൽ നാം തകരാതിന്നും ഈ ആരാധനാലയത്തിൽ that we കണ്ടുവന്നിരിക്കുന്നു. are still able to sail in this great world. നമ്മുടെ ജീവിതം തകരുവാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. Even though there were many times that we could have been destroyed. നിരാശ നമ്മുടെ ജീവിതത്തെ അവസാനിപ്പിക്കുവാൻ വേണ്ടി അനേക സമയങ്ങൾ കടന്നുവന്നിരുന്നു. When sadness or grief came upon our lives, എന്നാൽ യേശു നമ്മുടെ പടകിന്മേലെ മാറുന്ന അനുഭവത്തിൽ കടന്നു വന്നതുകൊണ്ട് it is because Christ came on board. ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങൾ ഈ ആലയത്തിൽ കടന്നു It വരാനിടയായി. is that's why we're afloat and in this chapel today. യേശു പത്രോസിന്റെ മുഖത്തേക്ക് നോക്കി. When Peter looked upon Christ, യാതൊരു സന്തോഷം അവന്റെ മുഖത്തിൽ. he didn't actually see any joy. നിരാശ മാത്രമാണ്. All he said was sadness. അവന്റെ ഹൃദയത്തെ ഞാൻ ഇപ്രകാരം എഴുതുകയാണ്. He is writing like this. ഒഴിഞ്ഞ വലയായിട്ട് കടന്നു. He came as an empty net. ഒഴിഞ്ഞ ഹൃദയമായി നിൽക്കുകയാണ്. He came with an empty heart. ഭവനത്തിലേക്ക് കടന്നെല്ലാം സാധിക്കില്ല. He cannot go to his home empty-handed. അന്നന്ന് കിട്ടുന്നതുകൊണ്ട് ജീവിക്കുന്ന കുടുംബമാണ്. This fisherman's family lives with what ആരെയും കുഞ്ഞുങ്ങളൊക്കെ നോക്കിയിരിക്കുകയാണ് ഭർത്താവിന് വരവിന് വേണ്ടി. all his husband or wives are waiting for. ഒഴിഞ്ഞ മനുഷ്യമായി നിൽക്കുന്ന പത്രോസ്. We see him with an empty bag. യേശുവിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ നിരാശ മാത്രമാണ്. When Jesus looked on his face, it was nothing. യേശു പത്രോസിനോട് ഒരു വാക്ക് ചോദിച്ചു. He asked Peter one thing. ഒരു റിക്വസ്റ്റ് നടത്തി. He made a request. ഈ പടക് കരയിൽ നിന്ന് കടലിലേക്ക് അല്പം ഒന്ന് മാറ്റാമോ? He says, can you actually push it into the deep? ഇന്ന് പകൽക്കാലം നമ്മുടെ അവസ്ഥയ്ക്ക് മാറ്റം കണ്ടെന്നുണ്ടെങ്കിൽ If you want to have a difference in your, ഈ അവസ്ഥയിൽ നമുക്കൊന്ന് മാറണം. it is time that we need to change. ഈ ലോകത്തിൽ പ്രത്യാശ വെച്ചാൽ നാം സകല മനുഷ്യരാണ്. If we put our trust in this world, then we will be nothing. പത്രോസിനോട് പറഞ്ഞു ഈ കരയോടുള്ള ബന്ധം അല്പം മാറ്റി നീ കടലിലേക്കൊന്ന് നീക്കാൻ He says, let us leave this land and let us go into the ഈ deep. ലോകമായിട്ടുള്ള ബന്ധം അല്പം മാറ്റി നിർത്തി. Let us actually depart from this world. യേശു കടലിൽ കയറിയിരുന്നു. We actually see Jesus sitting in that boat. എന്നെ സന്തോഷിപ്പിച്ച ഒരു അനുഭവം ഉണ്ടായി. Let me tell you one thing. യേശു ആ പടകിൽ നിന്ന് എന്താണ് സംസാരിക്കുന്നത് അറിയാമോ? Do you know what Jesus is telling? ജീവന്റെ വചനമാണ് He സംസാരിക്കുന്നത്. is declaring the living truth. ആ പടകിൽ നിന്ന് ഇപ്പോൾ ഉയരുന്ന ശബ്ദം ജീവന്റെ വചനമാണ്. Everything that is coming out of his mouth, it is living word. രോഗികളെ സൗഖ്യമാക്കുന്ന വചനം. It is the word that actually heals the sick. നിരാശകളുടെ നിരാശ മാറുന്ന വചനം. It actually changes the grief. സമാധാനമില്ലാത്തവർക്ക് സമാധാനം നൽകുന്ന It വചനം. gives peace to the unpeaceful. ഇതെല്ലാം എവിടുന്നാ വരുന്നത് അറിയാമോ? Do you know where all this comes from? പത്രോസ് കഴിഞ്ഞ രാത്രികാലം യാത്ര ചെയ്ത പടകിൽ ഇരുന്നുകൊണ്ടാണ് യേശു ക്രിസ്തു പറയുന്നത്. All of this comes from the ship that toiled all night. കഴിഞ്ഞ രാത്രികാലം പടകിൽ നിന്ന് എന്താ കേട്ടെന്നറിയാമോ? Do you know what happened in that ship that night? നിങ്ങൾക്ക് ഒരു മുക്കുവ സഹോദരങ്ങളെ ഫ്രണ്ട്സായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. I don't know if any of you have fishermen friends. എനിക്കുണ്ടായിരുന്ന സൗദി അറേബ്യയിൽ മുക്കുവ സഹോദരന്മാർ. I had friends that actually lived on fishing. ഇവര് കടലിൽ വീശാൻ പോയി കഴിഞ്ഞാൽ When they go into the sea to ആദ്യത്തെ പ്രാവശ്യം വീശുമ്പോൾ the first time they ഒന്നും കിട്ടിയില്ലെങ്കിൽ if they don't get anything, ആദ്യം ഒരു അപ്പനും അമ്മയും തെറി വിളിക്കും. first they will curse their mother and father. പിന്നെ ജീവിതത്തിൽ ഏതൊക്കെ ദൈവത്തെ അറിയാമോ ദൈവത്തെ മുഴുവൻ തെറി വിളിക്കും. Then the next time when they do it, they will curse God. കാര്യം വെച്ചാൽ അധ്വാനത്തിന് ഫലം തരാത്ത ദൈവമല്ലേ ദൈവത്തെയാണ് ആദ്യമേ ഒരു മോശമായി ചിത്രീകരിക്കുന്നത്. The first thing that they blame is the God that doesn't give them rewards according to their efforts. പത്രോസ് എന്തായാലും 10 പ്രാവശ്യമെങ്കിലും വീശിക്കാണും. We can imagine Peter at least 10 പ്രാവശ്യം എന്തെല്ലാം ഭാഷ പറഞ്ഞത് പത്രോസിന് മാത്രമേ അറിയുന്നുള്ളൂ. എനിക്കറിയുന്നില്ല. I don't know what language that he spoken at that time. എന്തെല്ലാം ശബ്ദം ആ പടകിൽ കിടപ്പുണ്ടെന്ന് അറിയാം. Do you know what kind of languages are in that? അതിനകത്തോട്ടാണ് യേശു കയറിയിരിക്കുന്നത്. And into that ship that Jesus is coming into. ഒരു കാര്യം പറയട്ടെ. Let me tell you one thing. നമ്മുടെ ജീവിതത്തിൽ യേശു ഒന്ന് കയറി കഴിഞ്ഞാൽ When Jesus comes on board, എന്തെല്ലാം ഉണ്ടെന്ന് അവരവരെ ചോദ്യം ചെയ്താൽ മതി. then you should examine what's all in your ship. ഏതെല്ലാം നിലവാരത്തിലുള്ള അനുഭവമാണെന്ന് നാം തന്നെ അറിയാം. It is time that you examine your boat. നമ്മുടെ ഹൃദയത്തെ നാം തന്നെ അറിയാത്തുള്ളൂ. You will know the depthness of your heart. ഞാൻ പറയുന്നത് എന്റെ ഹൃദയത്തിൽ ചിന്തിക്കുന്ന ആശിസിന് അറിയത്തില്ല. What I think and nobody else will know. വിചാരിക്കുന്നത് ഞാൻ വിശുദ്ധനായ ഒരു മനുഷ്യനാണ് എന്നോട് ഇരിക്കുന്നത്. He probably thinks that I'm a holy man. തമ്പുരാൻ അറിയാം ഞാൻ വിശുദ്ധനാണോ അല്ലയെന്നുള്ളത്. But God Almighty knows that if I'm a holy man. പത്രോസിന്റെ പടകിൽ നിന്നുകൊണ്ട് യേശു പ്രകാരം സംസാരിച്ചു. Here we actually see Jesus saying this on his ship. പത്രോസ് ഇതെല്ലാം കേൾക്കുകയാണ്. We see Peter actually listening. പത്രോസ് ഇതെല്ലാം കേട്ട ശേഷം After he listened, ഈ വാക്കിന് മുമ്പിൽ പത്രോസ് ചില മനസ്സാന്തരം ഉണ്ടാകുന്ന ഞാൻ വിശ്വസിക്കുന്നുണ്ട്. I believe that he repented or he had a change of heart. പകൽക്കാലം ഒരു കാര്യം ഞാൻ വ്യക്തമായി നിങ്ങളോട് പറയട്ടെ. Let me tell you one thing today. നമ്മുടെ ആത്മീക ജീവിതത്തിൽ ദൈവികമായ ചില പ്രത്യേകത എന്ന് പറയുമ്പോൾ When speciality comes into our life, എന്തെങ്കിലും ഒരു വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. there will be a transformation. ആ വ്യത്യാസം നാം പരസ്പരമായി നാം വ്യത്യസ്തമായി പ്രവർത്തനമേഖല കൊണ്ടുവരികയും വേണം. It is necessary that we also bring it into all the aspects of our life. പത്രോസിനോട് യേശു പ്രഭാഷണം കഴിഞ്ഞ ശേഷം We actually see after he finished the parable, he said, അവരോട് ചോദിച്ചില്ല നിനക്ക് എന്തെങ്കിലും കിട്ടിയോ എന്നുള്ളത്. he didn't ask, did you receive anything? നാം ദൈവസന്നിധിയിൽ നമ്മൾ മുട്ടുകളെ മടക്കി കഴിയുമ്പോൾ When we bend our knees in prayer, നമ്മുടെ ഹൃദയത്തിലെ അവസ്ഥകളെ ആരറിയും? വലിയവനായ ദൈവം അറിയും.
Our God knows the deepest secrets of our heart. നാം വ്യക്തിപരമായ വലിയ കാര്യങ്ങൾ യേശുവിനോട് പറഞ്ഞില്ലെങ്കിലും Even if you don't tell anything to അവന്റെ the Lord, മുഖത്തേക്ക് നോക്കി അവന്റെ പിതാവിന്റെയും അവന്റെയും പേര് പറഞ്ഞവരാണ് പടയിലിരിക്കുന്നത്. we see that He is the God that just looking on His face will say, ആ യേശുവിന് മനസ്സിലായവന്റെ ഹൃദയം വീങ്ങി തകർന്നുകൊണ്ടിരിക്കുകയാണ്. here we actually see that God that actually shows sympathy. അവൻ ഒഴിഞ്ഞ വലയും ഒഴിഞ്ഞ വടകുമായി നിൽക്കുന്ന യേശുവിനറിയാം. He knows that He is empty-handed. യേശു പത്രോസിനോട് പറഞ്ഞു, അടത്തിലേക്ക് നീക്കൊന്ന് വലയിറക്കാം. He says, why don't you actually push it out in the deep and put out your net? പത്രോസ് പറഞ്ഞ വാക്കാണ് എന്നെ സന്തോഷിപ്പിച്ചത്. What Peter said gives me great joy. നാഥ, രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു. He says, Master, we toiled all night. അതിനകത്ത് രണ്ട് സ്വരങ്ങളുണ്ട്. He is giving two kinds of പത്രോസ് sounds. ആരാണെന്ന് അറിയാമോ? Do you know who Peter is? മീൻപിടുത്തത്തിൽ ഡോക്ടറേറ്റ് എടുത്ത വ്യക്തിയാണ് പത്രോസ്. He probably has a doctorate in how to fish. യേശുവിന്റെ ജോലി എന്താണെന്ന് അറിയാമോ? Do you know what Jesus' job is? ആശാരിപ്പണിയായിരുന്നു. His main thing was carpentry. 30 വയസ്സ് തൊട്ടല്ലേ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയത്. It is after the 30th year that he അതിനു മുമ്പ് actually പുള്ളിയുടെ പണി ആശാരിപ്പണിയാ. before that he was ഈ a carpenter. ആശാരിക്ക് മീൻപിടുത്തത്തെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ? Does the carpenter know anything about fishing? ഒരുപക്ഷെ പത്രോസിന് മനസ്സിൽ അച്ചിത്തൊന്നും കാണും. Probably this is the first thing that went through Peter's ഞാൻ head. പലപ്പോഴും പലരോടും പറയുന്നത് പോലെ It's kind of like what we tell others. അത് എന്നെ പഠിപ്പിക്കൊന്നും വേണ്ട. You don't have to teach me എത്ര വർഷമായിട്ട് ഈ വേദോസം കൊണ്ട് ഞാൻ നടക്കുന്നത്. because I am an expert in this. എത്ര പാസ്റ്റർമാരെ ഞാൻ കണ്ടിരിക്കുന്നു. Do you know how many pastors? ഇവരെ എല്ലാം നമുക്കറിയാവുന്നവരല്ലേ. I know ഇവിടെ everything. കൂടുതൽ സംസാരിക്കണം. So don't talk much. പത്രോസ് അതൊന്നും പറയാൻ പോയില്ല. Peter didn't say that. നാഥ, രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ച. He said, Master, we toiled all night. ഞാൻ നിന്റെ ശബ്ദം എന്റെ ഹൃദയത്തിൽ മാറ്റം വരുത്തി. But because of your word, നിന്റെ പ്രഭാഷണം എന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തി. your message actually changed me. നിന്റെ ശബ്ദം എന്റെ ജീവിതത്തെ വ്യത്യാസത്തിലേക്ക് അനുഭവത്തിലേക്ക് കൊണ്ടുവന്നു. Because your voice actually brought me to a different avenue in my life. അങ്ങയുടെ ശബ്ദത്തിന് മുമ്പിൽ ശക്തിയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. I believe by the power of your word there is power. അതുകൊണ്ട് അങ്ങയുടെ വാക്കിന് മുമ്പിൽ ഇന്ന് പകൽ രാത്രികാലം ഞാൻ വലയിറക്കാൻ So പോകുകയാണ്. I am going to cast the net out tonight. പത്രോസ് യേശുവിന്റെ വാക്കിന് മുമ്പിൽ വലയിറക്കിയതെന്ന് വായിക്കുന്നുണ്ട്. Here we actually see him actually casting the net by the word of Jesus. എന്താണ് Do സംഭവിച്ചതെന്നറിയാമോ? you know what happened? അതിനകത്ത് രണ്ട് ആത്മീയ മർമ്മങ്ങൾ ഞാൻ വായിച്ചു. There are two biblical mysteries there. ഒരു മുക്കുവൻ പടകിൽ പോകുമ്പോൾ When a fisherman goes in a അവൻ യാത്ര ചെയ്യുന്ന പടകിനെ കുറിച്ച് ഒരു അളവുണ്ട്. there is a measurement that he അവന്റെ has. ബോട്ടിനെ കുറിച്ച് ഒരു മെഷർമെന്റ് അവനുണ്ട്. He has a certain measurement. നമുക്ക് That ഓരോരുത്തരും അറിയാം നമ്മുടെ എബിലിറ്റി എത്രമാത്രമാണ് നമ്മൾ ഓരോരുത്തർക്കും അറിയാം. each one of us know our abilities. പിന്നെ അതിനപ്പുറമായി എന്തെങ്കിലും നേടാൻ തുടങ്ങി തമ്പുരാന്റെ ദാനമാണ്. And anything that we do above that is the grace of God. പത്രോസിന് അറിയാം തന്റെ വലയുടെ വലിപ്പവും അതിനുള്ള കപ്പാസിറ്റിയും അറിയാം. Peter knows the strength of his nets and the contents of his ഈ boat. ഭാഗം നിങ്ങൾ വായിക്കുമ്പോൾ When you read this ഒരു chapter, വലിയ സംഭവം നമുക്കവിടെ കാണുവാൻ we കഴിയും. see a great instance. യേശുവിന്റെ വാക്കിന്റെ മുമ്പിലാണ് പത്രോസ് വലയിറക്കിയത്. We see by the word of Christ, he actually cast the net. വല കീറുവോളം മത്സ്യം വലയിൽ കയറി. We actually see that it was full of fish that it almost tore. മറ്റൊരു സംഭവം കാണുവാൻ കഴിയുന്നത് Another thing that we can see, പടകം നിറയുവാറാവോളം മത്സ്യം നിറഞ്ഞു. we see that even the boat was full of fish. മറ്റു പടകളെ മാടി വിളിച്ചു. He was calling other fishermen. ആ പടക് നിറയുവാറോളം മത്സ്യം നിറച്ചു. And even after they were full, ലോകത്തിൽ ഒരു ഇടത്ത് പോലും ഇങ്ങനെ സംഭവം നടന്നിട്ടില്ല. there hasn't been an instance like this in history. ഒരു മുക്കുവന്റെ ജീവിതത്തിൽ ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല. In no fisherman's life has this ever happened. ഒരു വലയം കൊണ്ട് പോയി രണ്ട് വള്ളം നിറച്ച് മീനെ കൊണ്ടുവരുന്ന ഒരു അനുഭവം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? Have you ever thought about this when you go in one boat but you have... ഞാനൊരു ആത്മീയ മർമ്മം നിങ്ങളോട് പറയട്ടെ. Let me tell you another biblical mystery. യേശുവിന്റെ വാക്കിന്റെ മുമ്പിലാണ് ഈ വലയിറക്കിയെങ്കിൽ If you actually cast the net by the word of God, നിന്റെ വലയുടെ വലുപ്പവും നീളും നിന്റെ പടകിന്റെ വലുപ്പവും നീളുവാനിടെ ആയിത്തീരും. it is our God that knows the capacity. ഇന്ന് നമ്മളെ പലപ്പോഴും ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന വിഷയത്തോടുള്ള ബന്ധത്തില് In accordance to the things that we pray in His presence, നാം പലപ്പോഴും പരീക്ഷയുള്ള വിഷയത്തിലേക്ക് പ്രാർത്ഥിക്കാറുണ്ട്. we pray about different kinds of things. ശലോമോൻ കേവലം ഒരു മനുഷ്യനായിരുന്നു. Even though Solomon was just a regular man, ദൈവത്തോട് താൻ പ്രാർത്ഥിച്ചതെന്നറിയാമോ? do you know what he asked the Lord? ഈ ജനത്തെ ഭരിപ്പാനുള്ള ഒരു വിവേകം എനിക്ക് He തരേണം. said, Lord, give me the wisdom to actually ദൈവം lead ഒരു this people. ജ്ഞാനത്തെ ദാനമായി കൊടുത്താൽ വായിക്കുന്നുണ്ട്. We read that God blessed him with തമ്പുരാൻ knowledge. നമ്മുടെ ജ്ഞാനത്തെ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ When God touches our knowledge, നാം ഭൂമിയിലേക്കൊക്കെ ശ്രേഷ്ഠരുള്ളവരായി മാറ്റപ്പെടുവാനേ. we will become great in the world. ഇന്ന് പകൽക്കാലം ദൈവത്തോട് നമുക്ക് അപ്രകാരം പ്രാർത്ഥിക്കാം. Let us pray like എനിക്ക് വിവേകത്തോടും പരിജ്ഞാനത്തോടും അങ്ങയുടെ നാമത്തിൽ ചെയ്യുവാനുള്ള so that I can actually work in your vineyard with knowledge ദൈവിക and ബുദ്ധി wisdom. തരണമേ നമുക്ക് പ്രാർത്ഥിക്കണം. Give me heavenly wisdom. പത്രോസ് എന്താ ചെയ്തെന്നറിയാം? Do you know what Peter did? അവന്റെ ജീവിതത്തോടുള്ള ബന്ധത്തില്
നാഥാ ഞാൻ പാപിയാകുന്നു എന്നെ വിട്ടുപോകേണമെന്ന് പറയുന്നു. The first thing that he does is, Master, I am a sinful man, so depart from me. അതിനുശേഷം പടകും വലയും വിട്ട് ആരെ അനുഗമിച്ചു? യേശുവിനെ അനുഗമിപ്പാൻ. Here we actually see him leaving his boat and fishing nets and following Jesus. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ചുരുക്കുവാൻ Let me പോകുന്നു. conclude my verses here today. പ്രിയമുള്ള സഹോദരങ്ങളെ, യേശു ഒരുവനെ കണ്ടു കഴിഞ്ഞാൽ When Jesus sees somebody, അവനെ തേടി ഏതറ്റവരെ യേശു ക്രിസ്തു കടന്നില്ല. to the utmost part of the world that we see Jesus go. ബഹുപുരുഷാരത്തെ കണ്ടുകൊണ്ട് നിന്നെ തള്ളിവിടുന്നവനല്ല യേശു ക്രിസ്തു. God is not the one that will actually push you aside because he saw multitudes. ആയിരങ്ങളെ കാണുമ്പോൾ അവൻ പൊക്കോട്ടെ എന്ന് പറഞ്ഞ് നിന്നെ മാറ്റിവിടുന്നവനല്ല യേശു ക്രിസ്തു. He is not the one that actually will throw you away because the 1,000 are going the other അവൻ way. മനസ്സിലായി പത്രോസിന്റെ ഹൃദയം ഭാരത്താൽ He നിറഞ്ഞിരിക്കുകയാണ്. understood the heaviness of ഈ ലോകത്തിന്റെ ശക്തിക്ക് അവൻ ആശ്വാസം നൽകുവാൻ സാധിക്കുന്നില്ലെന്ന് He മനസ്സിലായി. understood that this world could not give him comfort. ഭൂമിയെയും ഭൂമണ്ഡലങ്ങളെയും സൃഷ്ടിച്ച യേശു പത്രോസിന് ആശ്വാസം നൽകുവാൻ അവന്റെ പടലിലേക്ക് കടന്നു. Here we actually see the God who created the heavens and the earth coming into ഇന്ന് his boat. ഞാൻ ആത്മീയമാർഗ്ഗം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. Let me tell you one more biblical mystery and I'll conclude. നാളുകളിൽ നാം അർഹതയില്ലാത്ത സ്ഥാനത്ത് അർഹത തന്നുകൊണ്ട്, Even though we were not worthy, he made us worthy. യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് യോഗ്യത തന്നുകൊണ്ട്, Even we were not had the ability to do it, he gave us the നമ്മെ ability. ഇത്രത്തോളം നടത്തിയ ദൈവത്തിന് സാക്ഷിയായി തീരുവാൻ ദൈവത്തിന് പരിശുദ്ധാത്മാവ് നമ്മെ ആഹ്വാനം The ചെയ്യുക. Holy Spirit is telling us that we should have a grateful heart. നാറിയ അനുഭവത്തിലും ആരും കയറുവാൻ സാധിക്കാത്ത സാഹചര്യങ്ങളിലുമാണ് ദൈവം നമ്മെ തേടി വന്നത്. Even when our boat was full of debris, even when nobody else wanted it, അവൻ he was നമ്മുടെ there. നിരാശയുടെ രാത്രിയെ സമൃദ്ധിയാക്കി മാറ്റിയിരിക്കുക. He is the God that actually turned the night of ഈ grief സമൃദ്ധി into a day of കണ്ടുകൊണ്ട് നാം joy, പിന്മാറിപ്പോകാൻ ഇടയാകാതെ so that we don't be led astray. നമ്മെ സമൃദ്ധിയിലേക്ക് വലിച്ചെറിയാൻ Let us actually go after the God who actually called us. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ സഹായിക്കട്ടെ പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവനാമം May the മഹത്വപ്പെടുമാറാകട്ടെ. Holy Spirit help us, and let me conclude our verse.